അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ട മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ നീര്, കുറച്ച് മല്ലിയില, പിന്നെ വറ്റൽമുളക്, ഒരു തക്കാളി, പിന്നെ മുഴുവൻ മല്ലി, ഗരം മസാല, ഇതിൽ കുറച്ച് കുരുമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതിൽ ഈ മുഴുവൻ മല്ലിയും വറ്റൽമുളകും പിന്നെ ഈ ഗരം മസാലയും ഈ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഈ മല്ലിയും ഗരം മസാലയും വറ്റൽമുളകും കൂടി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയും ഇതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ആ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഉപ്പും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് തൈരും ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് അതും കൂടി ഒരു പേസ്റ്റാക്കി എടുക്കാം. വടിപ്പിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ മസാലയ്ക്കകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും എല്ലാ സംഭവങ്ങളും ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണതാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കനിൽ തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ നമ്മൾ വരഞ്ഞിട്ടില്ല, അതിന് വരട്ട് നമ്മൾ കോർക്ക് വെച്ച് ഇങ്ങനെ നന്നായിട്ട് കുത്തി വെച്ചേക്കണേനല്ല. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഓവനൊന്ന് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ തീ കൊടുക്കുന്നത്. അടിയിലും കൊടുക്കും മേളിലും കൊടുക്കും. അതിൻ്റെ നടുക്കാണ് നമ്മൾ നമ്മുടെ ചിക്കൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് എടുത്ത്, നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി നമ്മുടെ ഓവനിൽ നമ്മൾ അവിടെ തീയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പം ഇത് ഇനി നമ്മൾ അതിനകത്തേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ 2 ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്, ഭയങ്കര ചൂടാണ്. അടിയിലും മേളിലൊക്കെ നമ്മൾ തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചാർക്കോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കത്തിക്കാൻ, നമുക്ക് കനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് വെക്കുമ്പോഴേക്കും ഒരു വൈകുന്നേരം 5:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടും നമ്മൾ എത്ര മണിക്കൂർ വയ്ക്കണോ അത്ര നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങളൊരു 6 മണിക്കൂർ ഇതിങ്ങനെ വെച്ചു. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ ഓവൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് ഈ മൂടിയൊക്കെ എൻ്റെ പപ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് മരത്തിൻ്റെ മൂടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ട്. നന്നായിട്ട് തീ കത്തിന് ഭയങ്കര ചൂടാണ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്.
ഇപ്പോഴേക്കും നമ്മളിത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോകും. ഇപ്പോൾ സമയം ഒരു 7:45 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റീം റോസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.